ഇന്നത്തെ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് ആനിമി സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സ്പ്രിംഗ് സീസൺ ഏതാണ്ട് തീർന്ന് ഇപ്പോൾ അടുത്ത സീസൺ സ്റ്റാർട്ട് ആകും. അത്ര വലിയ ഹൈ ഒന്നും ഇല്ലാത്തൊരു ഡൾ സീസൺ ആയിരുന്നു. അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഒരെണ്ണം ഉണ്ട്, ഡീമൺ സ്ലെയറിന്റെ ലാസ്റ്റ് എപ്പിസോഡ്. എന്റെ മോനെ എന്താ വരുന്നത്? ആദ്യത്തെ കുറേ എപ്പിസോഡ് ഇങ്ങനെ ചവറ് പോലെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കണ്ടിട്ട് ലാസ്റ്റ് ഒരു സാധനം തന്നത് എന്റെ പൊന്നോ കിടിലം. പക്ഷെ ഇമാരി ഒരു എപ്പിസോഡ് തന്നിട്ട് അതിന്റെ പിന്നാലെ തന്നെ അവന്മാർ ഒരുമാതിരി ആസ്ഥാനത്തെ പരിപാടിയും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മെയിൻ ആർക്കായിട്ടുള്ള നമ്മുടെ ഇൻഫിനിറ്റി സീരീസ് ആയിട്ട് വരത്തില്ല, പകരം 3 സിനിമയായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണെന്ന്. അതിനെ തുടർന്ന് ആദ്യത്തെ സിനിമയുടെ പോസ്റ്ററും അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. മിൽക്കിംഗ് ആണ്, ഒരു സംശയം വേണ്ട. തീരുന്നതിന് മുമ്പ് മാക്സിമം ഊറ്റാൻ പറ്റുന്നതൊക്കെ ഊറ്റും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലാസ്റ്റ് വന്ന 2 സിനിമകൾ. കഴിഞ്ഞ സീസണുകളിലെ ലാസ്റ്റ് എപ്പിസോഡും വരാൻ പോകുന്ന സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡും ചേർത്ത് ഒരു സിനിമയാണെന്ന് പറഞ്ഞ് ദണ്ണിക്കും. ഒരു നാണോ ഇല്ലാതെ എന്നെ പോലുള്ള കുറെ എണ്ണവന്മാർ തിയേറ്ററിൽ പോയത് കാണുകയും ചെയ്യും. അപ്പൊ നീയൊക്കെ തിയേറ്ററിൽ വന്നാലേ ഇതിന്റെ ബാക്കി കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും പോകത്തില്ലേ? പക്ഷെ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഈ സാധനം തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു എക്സെപ്ഷണൽ ഫീലിംഗ് ആണ്, പറയാതിരിക്കാൻ തരവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൽ എന്തെങ്കിലും അവർ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സീരീസിനെ അഫക്ട് ചെയ്യും. ഞാൻ പറയുന്ന പേസിംഗിലും അതിന്റെ സ്ട്രക്ചറിലും ആണ്. അഫോർഡബിൾ അത് കളഞ്ഞു കുളിക്കുന്നൊരു പ്രതീക്ഷ എനിക്കില്ല, കാരണം അവർ മുഖൻ ട്രെയിനൊക്കെ നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സീസൺ ആയിരുന്നെങ്കിൽ നമുക്ക് 1 വർഷം വെയിറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ 3 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ സിനിമയാകുമ്പോഴുള്ള ഏക പ്രശ്നം അതാണ്, ഡിലേ ആവും. അതർവൈസ് ഡീമൺ സ്ലെയർ സിനിമയാക്കുന്നതിനോട് എനിക്ക് വലുതായിട്ടുള്ള വിയോജിപ്പൊന്നുമില്ല, കൺസിഡറിങ് എവറിത്തിങ് ദേ ഓൾറെഡി ഡൺ ഇറ്റ്. ഓക്കെ, ഡീമൺ സ്ലെയർ ഒരു എക്സെപ്ഷണൽ കേസാണ്. ഇതേ അവസ്ഥയായിരിക്കത്തില്ല പല വേറെ ആനിമേഷനും. ഇപ്പൊ നിങ്ങൾ സ്റ്റോറി വൈസ് നോക്കി കഴിഞ്ഞാൽ ഡീമൺ സ്ലെയർ വലിയ ആനയൊന്നും അല്ല, ആനിമേഷൻ കൊണ്ടും വിഷ്വൽസ് കൊണ്ടും മാത്രം കയറിപ്പോയ സാധനം അത്. അപ്പോൾ ഇതിൽ ഒരു ആർക്ക് സിനിമയാക്കുന്ന സമയത്ത് വലിയധികം കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ അവർ ഈ ഒരു സാധനം 3 സിനിമയോട് നിർത്തൂ, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ആ ഒരു ആർക്കും കൂടെ ഷോ ഡൗൺ ആർക്കും കൂടെ കാണിക്കും എന്നുള്ള കാര്യം അറിയത്തില്ല. എനിക്കൊന്ന് ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്ക് മാത്രമായിരിക്കും ഈ ഒരു 3 സിനിമയിൽ, അത് കഴിഞ്ഞ് ഒരു കുറച്ച് എപ്പിസോഡ് വരുന്ന മറ്റേ ഷോ ഡൗൺ ആർക്കും കൂടെ ഉണ്ടാവും. എനിവേ ഡീമൺ സ്ലെയറിന് 3 സിനിമയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും കാത്തിരിക്കേണ്ടി വരും നല്ല പോലെ. അടുത്തതാണ് മോനെ മെയിൻ സാധനം, ഫയർഫോഴ്സ്. കാത്തിരുന്ന് കണ്ണയച്ച 2 സാധനമാണ്. ഒന്ന് ഫയർഫോഴ്സും ഒന്ന് വൺ പഞ്ച് മാനും. രണ്ടിനും അപ്ഡേറ്റ് ഉണ്ട്, മറ്റേലൂടെ ഞാൻ വരാം. ഇപ്പോൾ ഈ ഫയർഫോഴ്സിൽ സീസൺ 3 അനൗൺസ് ചെയ്തായിരുന്നു പണ്ടേ. ഇതായിരിക്കും അതിന്റെ ലാസ്റ്റ് സീസൺ. സോ ഇപ്പോൾ ഈ ഒരു സീസണെ അവർ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓഫ് കോഴ്സ് നീയൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പാർട്ട് 1 അടുത്ത വർഷം, അതായത് 2025 ഏപ്രിലിനും പാർട്ട് 2 2026 ജാനുവരിയിലുമാണ് അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാത്തവർക്ക് കാണാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഏതാണ്ട് 125ഓളം ചാപ്റ്റേഴ്സ് ഇനി ചെയ്യാനുണ്ട്. അത്രയും ഈ ഒരൊറ്റ സീസണിൽ അവർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. 12 എന്ന് വെച്ചാൽ 24 എപ്പിസോഡിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്നാൽ ഇതിനു മുമ്പ് 2 സീസണിലും ഏതാണ്ട് ഒരു 90-നടുത്ത് ചാപ്റ്റേഴ്സ് ഓരോ സീസണിലും ചെയ്തിട്ടുണ്ട്. സീസൺ 2 എൻഡ് ആവുന്ന 174th ചാപ്റ്ററിലാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 90 ചാപ്റ്ററും കഴിഞ്ഞ് ഒരു എക്സ്ട്രാ ഒരു 30 ചാപ്റ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട്. അത്രയും അവർ ഈ ഒറ്റ സീസണിൽ കവർ ചെയ്യണം. അപ്പോൾ ഈ 24 എപ്പിസോഡ് എന്നുള്ളത് ഒരു 28-ഓ 30-ലോ മുകളിലോട്ട് പോവുകയാണെങ്കിൽ പക്കയായിട്ട് ചെയ്യാൻ പറ്റും. സെയിം പേസിംഗിൽ കഴിഞ്ഞ സീസൺസ് പോലെ തന്നെ. സ്റ്റുഡിയോ ഷാഫ്റ്റ് എല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നോക്കി കണ്ടൊക്കെ ചെയ്യണം. ആൻഡ് ബൈ ദ വേ ഈ ഒരു സീരീസ് ഫയർഫോഴ്സ് എന്ന് പറയുന്ന സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യണം. നല്ല ഇടിവെട്ട ആക്ഷൻ ഐറ്റം ആണത്. ഇനി OPM-ലേക്ക് വരികയാണെങ്കിൽ, വൺ പഞ്ച് മാനിലേക്ക് വരികയാണെങ്കിൽ സീസൺ 3 അനൗൺസ് ചെയ്തു. ഇപ്പോൾ അതിന്റെ ഒരു പുതിയൊരു കീ വിഷ്വൽ വിട്ടിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല, നമ്മുടെ സിൽവർ ഫാങ്ങിന്റെ ഒരു പോസ്റ്റർ മാത്രം. അതിനപ്പുറത്തേക്ക് അവരൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിൽ വീഡിയോ ഇടുന്ന പോലെ ചത്തിട്ടില്ലടാ എന്ന് പറയാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. സോ ആഞ്ഞു പിടിച്ചാലും 2025-ലെങ്കിലും ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ 2026-ലെങ്കിലും കിട്ടിയാൽ കിട്ടി. പിന്നെ ഒരുപാട് സീരീസിന്റെ റിനോവേഷൻ നടന്നിട്ടുണ്ട്, പുതിയ സീസൺസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കൈജു നമ്പർ 8 ഈ ഒരു സീസണിൽ ഞാൻ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആണ് കൈജു നമ്പർ 8. സോ അതിന്റെ സീസൺ 2 വരുന്നുണ്ട്. അതേപോലെ വിൻ ബ്രേക്കർ, നമ്മുടെ ടോക്കിയോ റേഞ്ചേഴ്സ് പോലെ മറ്റേ പിള്ളേരുടെ അടി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. പക്ഷെ അതുപോലുള്ള ഒരു സബ്സ്റ്റൻസ് ഇതിനകത്തില്ല. ഇത് ചുമ്മാ ഒരു ടൈം പാസിന് കാണാമെന്ന് മാത്രം. പിന്നെ മുഷക്കോ ടെൻസി ജോബ്ലെസ് റീഇൻകാർണേഷന്റെ സീസൺ 3 വരുന്നുണ്ട്. പക്ഷെ ഇന്നും നാളെയൊന്നും ഉണ്ടാവില്ല, 2026 കഴിഞ്ഞാലായി. പിന്നെ ഡെലീഷ്യസ് ഇൻ ഡഞ്ചന്റെ സീസൺ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്പൈ ഫാമിലിയുടെ സീസൺ 3 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്പൈ ഫാമിലിയുടെ സിനിമ വരാനുണ്ട്, അത് വൈകാതെ ഇവിടെ റിലീസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ ഇറഗുലർ അറ്റ് മാജിക് സ്കൂളിന്റെ ഒരു സിനിമ വരുന്നുണ്ട്, യോട്സുവ സക്സഷൻ എന്ന് പറഞ്ഞിട്ട്. അത് അനൗൺസ് ചെയ്തിട്ടുള്ളൂ, അത് എപ്പോഴാണ് ഏതാണെന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇറങ്ങിയ സീസണും ഞാൻ കണ്ടു, അത് പക്ഷേ വലിയ കാര്യം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ക്രിമിനലി അണ്ടർറേറ്റഡ് ആയി കിടക്കുന്ന നമ്മുടെ ലിങ്ക്ലിക്ക് ഒരു ഗംഭീര ചൈനീസ് സാധനം. അത് പൊതുവേ ചൈനീസ് സാധനം ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു പുച്ഛമുണ്ട്, പക്ഷെ അത് ഇതിനകത്ത് അപ്ലൈ ആവത്തില്ല. ക്വാളിറ്റി സ്റ്റഫാണ് മോനെ, ക്വാളിറ്റി സ്റ്റഫ്. ഇനി ചൈനീസ് കേൾക്കാൻ വല്ല വിരക്തി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബ്ഡ് വേർഷനും ഉണ്ട്, അത് ട്രൈ ചെയ്യാം. ഐദർ വേ ഈ ഒരു സീരീസ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം, ഒരു ഗംഭീര സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്ക്ലിക്കിന്റെ അടുത്ത ആർക്ക്, അതായത് ഒരു പ്രീക്വലാണ് ലണ്ടൻ ആർക്ക് എന്ന് പറഞ്ഞിട്ട്, അത് ഈ വിന്റർ സീസണിൽ വരുന്നുണ്ടാവും. അതിൽ ഏതാണ്ട് ഒരു 8 എപ്പിസോഡ് ഉണ്ടാവും. അതിന്റെ ട്രെയിലറും വിട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് കണ്ടു നോക്കാം. പിന്നെ സോളോ ലെവലിംഗിലും സീസൺ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ട്രെയിലറും വിട്ടിട്ടുണ്ട്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഒരു ഷാഡോ ആർമി ഉണ്ട്. അതിനെ കംപ്ലീറ്റ്ലി CG പണ്ടാറടക്കി കളയോ എന്ന് പറയുന്നൊരു പേടി ഉണ്ടായിരുന്നു, അതെന്തായാലും മാറിക്കിട്ടി. ആ ഷാഡോ ആർമി സോൾജേഴ്സ് എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ട് തോന്നുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ട്രെയിലറിൽ കണ്ടപ്പോൾ. ഇതേ ക്വാളിറ്റി സീസണിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു സാധനത്തിന് നമ്മുടെ ഡീമൺ സ്ലെയറിന്റെ പോലെ അഫോർഡബിൾ കൊടുക്കുന്ന ഒരു ആനിമേഷൻ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഈ സീരീസ് നിൽക്കാൻ പോകുന്ന ലെവല് ഇവിടെ ഒന്നും അല്ല. അജാതി ഒരു റിസപ്ഷൻ കിട്ടും, അതിനൊരു സംശയമില്ല. ദെൻ അവിടെ നിന്ന് അങ്ങനെ ബ്ലൂ ലോക്കിലേക്ക് വരുമ്പോൾ അതിന്റെ സീസൺ 2ന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒക്ടോബർ 5 തൊട്ടാണ് ഇതിന്റെ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊത്തം 14 എപ്പിസോഡ് ഉണ്ടാവും. പാർട്ട് തിരിവൊന്നും ഇതിനകത്തില്ല. പിന്നെ ഇതിന്റെ പ്രീക്വൽ സിനിമയായിട്ടുള്ള എപ്പിസോഡിനാകെ ആൾറെഡി റിലീസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എപ്പോൾ എത്തുമെന്ന് ഒരു പിടിയില്ല. അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെ കേട്ടോണ്ടിരിക്കുന്നത്. സോ കാരണം ജുൻജി ഇറ്റോ എന്ന്
പറയുന്ന ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യണം. അങ്ങേരുടെ ഉസുമാക്കി എന്ന് പറയുന്ന ഒരു മാംഗയുണ്ട്. നല്ല ഗംഭീര റെസ്പോൺസ് ഉള്ള ഒരു സാധനമാണ്. സോ ആ ഒരു മാംഗയുടെ ആനിമെ അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. ഇത് അനൗൺസ് ചെയ്തിട്ട് കുറേ നാളായി. ഈ വർഷം ഉണ്ടാവും അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ്. പക്ഷെ അത് എപ്പോഴാണെന്നുള്ള കാര്യം റിവീൽ ചെയ്തിട്ടില്ല. മൊത്തം 4 എപ്പിസോഡ് ഉണ്ടാവും. അവിടെ തന്നെ ടെർമിനേറ്ററിലേക്ക് വരുന്ന സമയത്ത് അതിനും ഒരു ആനിമെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞു കാണും. ഇപ്പൊ തീർന്ന കൈജു നമ്പർ 8 എടുത്ത അതേ സ്റ്റുഡിയോ ആണ് ഈ ഒരു ടെർമിനേറ്റർ ചെയ്യുന്നത്. അതിനെയും പുതിയൊരു പോസ്റ്റർ വരുന്നുണ്ട്. ഈ വർഷം ഉണ്ടാവും. ദെൻ ഫെയറി ടെയിൽ സീരീസിന് പുതിയൊരു സീസൺ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു 1 ഷോട്ട് മാഗയും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാച്ചപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വായിക്കണം എന്നുള്ളവർക്ക് വായിക്കാം. പിന്നെ ഓഗസ്റ്റ് 8 തീയതി നമ്മുടെ ബ്ലാക്ക് ക്ലവറിന് 2 ചാപ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ടാവും. സ്റ്റിൽ നിങ്ങളത് വായിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാൻ നിർത്തിയത് നോട്ട് ബിക്കോസ് സീരീസ് മോശമായിട്ടല്ല, ഇവന്മാരുടെ ഈ ഡിലേ കാരണം. പിന്നെ കാക്കഗുരിയോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വെറൈറ്റി സാധനമാണത്. ആ ഒരു സാധനത്തിന് ഇപ്പൊ താണ്ടെ ലൈവ് ആക്ഷൻ ഉണ്ടാക്കുന്നത് നെറ്റ്ഫ്ലിക്സ്. ഈ ഒരു സാധനത്തിനോട് ഞാൻ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം കണ്ടവർക്കറിയാം, അതായത് ഇതിനകത്ത് ആ ക്യാരക്ടേഴ്സിന്റെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അത് ഇവർ ലൈവ് ആക്ഷനകത്തോട്ട് എങ്ങനെ ഒപ്പിക്കും, അതങ്ങനെ ആക്കി കഴിഞ്ഞാൽ മറ്റേ ബ്രാസേഴ്സിന്റെ കോൺഫിലും പോലെ ആയിപ്പോ. അപ്പൊ കണ്ടറിയാം അവന്മാർ എന്ത് പടച്ചു വെക്കുമെന്ന്. ദെൻ സയൻസ് ആർ സ്റ്റുഡിയോന്റെ ഏറ്റവും പുതിയ സീരീസ് ആണ് ഡണ്ടാണ്ടൻ. പേര് മാത്രമേ ഇങ്ങനെ ഉള്ളൂ, പക്ഷെ സാധനം നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത് നെറ്റ്ഫ്ലിക്സിലും അതേപോലെ തന്നെ ക്രഞ്ചി റോളിലും ഇത് കൂടാതെ കുറച്ച് ലിമിറ്റഡ് തിയേറ്റേഴ്സിലും അവർ റിലീസ് ചെയ്യുന്നുണ്ടാവും. ഇതേ സ്റ്റുഡിയോ തന്നെയാണ് ഗോസ്റ്റ് ഇൻ ദ ഷെല്ലും ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദെൻ സൂസൈഡ് സ്ക്വാഡിന്റെ ആനിമയുടെ ഫസ്റ്റ് 3 എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഇനി ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് എന്ന് പറഞ്ഞു വരും. മൊത്തം ഏതാണ്ട് ഒരു 10 എപ്പിസോഡ് ഉണ്ടാവും. കണ്ടു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വിറ്റ് സ്റ്റുഡിയോന്റെയാണ്. അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ഫസ്റ്റ് 3 സീസണും വിൻലാൻഡ് സാഗ എല്ലാം അവരുടെ സാധനങ്ങളാണ്. ദെൻ ടോക്കിയോ റിവെഞ്ചേഴ്സിനും സീസൺ 4 അനൗൺസ് ചെയ്തു. ബോൺടെൻ ആർക്ക് മോസ്റ്റ് പ്രോബ്ലി അടുത്ത വർഷം ആയിരിക്കും, കാരണം വേറെ ഒരു ഡീറ്റെയിൽസ് അവർ വിട്ടിട്ടില്ല. അവർ തന്നെ മൈ ഹീറോ അക്കാഡമിയിലേക്ക് വരികയാണെങ്കിൽ ഓൺഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് കൂടാതെ പുതിയൊരു സിനിമ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ മെയിൻ പ്ലോട്ടുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു കാനോൺ സിനിമയല്ല, പകരം ഒരു ഫില്ലർ എപ്പിസോഡ് പോലെ. സോ ആ ഒരു പടത്തിന്റെ ട്രെയിലർ വിട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് കണ്ടു നോക്കാം. പിന്നെ ഈ ഒരു സീരീസിന്റെ മാംഗ തീരാറായിട്ടുണ്ട്. ഓഗസ്റ്റ് 5 തീയതി ഇത് തീരും. 4-5 ചാപ്റ്റേഴ്സും കണ്ടേ ബാക്കിയുള്ളൂ. അടുത്ത അപ്ഡേറ്റ് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഞ്ച കമ്മോയ്ക്ക് സീസൺ 2 അമ്മമാർ കൺഫേം ചെയ്തു. ഭയങ്കര ഹൈപ്പിൽ വന്നൊരു സീരീസ് ആയിരുന്നു ഈ ഒരു നിഞ്ച കമ്മോ എന്ന് പറയുന്നത്. അതിന്റെ ആദ്യത്തെ 2-3 എപ്പിസോഡൊക്കെ കണ്ട് വൻ വിഷയമായിരുന്നു. കാരണം അമ്മമാര് സാധനമായിരുന്നു അവർ ചെയ്തത്. ഗ്രാഫിക്കിന് താഴേന്ന് മുകളിലോട്ട് അങ്ങ് പീക്കിലെത്തിയിട്ട് ഒരറ്റ താഴെടൽ. ആനിമേഷൻ വൈസ് മാത്രമല്ല, ഞാൻ പറയുന്ന പ്ലോട്ട് വൈസും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സീസൺ 2 എങ്കിലും സീസൺ 1 പോലും ഒരു നിരാശയാവരുന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആക്ഷൻ മാൻവേ ഉണ്ട്. മാൻവ എന്ന് പറയുമ്പോൾ കൊറിയൻ മാംഗാസിനെയാണ് മാൻവ എന്ന് പറയുന്നത്. ഒംനിസൈൻ റീഡേഴ്സ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഇത് പേഴ്സണലി ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ വായിച്ച ഒരാൾ ഇത് നല്ല ഗംഭീര സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് കേട്ടേക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു സാധനത്തിന് ഒരു ആനിമെ അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് ലുക്ക് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ഇതേപോലെ സമ്മറിലോ അല്ലെങ്കിൽ ഫോളിലോ ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ആനിമെ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഹോളിവുഡ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ടോപ്പ് ഗൺ മാവറിക് എന്ന വമ്പൻ പടത്തിന് ശേഷം നമ്മുടെ ജോസഫ് കൊസിൻസ്കിയുടെ അടുത്ത ചിത്രമാണ് F1. ഫോർമുല റേസിംഗ് ഗെയിംസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ട് ഈ ചിത്രമുള്ളത്. ആൻഡ് ഇതിൽ ആരാ നടൻ? ബ്രാഡ് പിറ്റ്. ഇവർ രണ്ടിനും പോരാത്തതിന് ഇതിന് മ്യൂസിക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹാൻസ് സിമ്മർ ആയിരിക്കുമെന്ന്. ഇവരുടെ ഒരു കൂട്ടുകെട്ടിൽ ബാക്ക് ചെയ്യാൻ വേണ്ടി ആപ്പിൾ TV പ്ലസും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നോക്കാനില്ല. ഭയങ്കരതയും ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന പടമാണ്. സോ അതിന്റെ ട്രെയിലറും ഫസ്റ്റ് പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം 2025 ജൂൺ 25 സ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആശാൻ റിഡ്ലി സ്കോട്ട് അദ്ദേഹത്തിന്റെ കൊളോസിയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഗ്ലാഡിയേറ്റർ 2 എനിക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ പോൾ മെസ്കൽ, ഡെൻസൽ വാഷിംഗ്ടൺ, പെഡ്രോ പാസ്കൽ, കോണി നീൽസൺ, ജോസഫ് ക്വിൻ, ഫ്രെഡ് ഹിക്നിഗർ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല താരനിരയുണ്ട്. ട്രെയിലറിൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് പോലെ ഫീൽ ചെയ്യും, പക്ഷേ ഡ്രാമ ഉണ്ടാവും നല്ല പോലെ. പടം ഈ വർഷം നവംബർ 22 റിലീസാവും. ഗ്ലാഡിയേറ്റർ ഒക്കെ പണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും ചുമ്മാ എന്നെ കണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യേക ഫീൽ ആയിരുന്നു. പുള്ളിയുടെ ലാസ്റ്റ് കുറച്ച് സിനിമകൾ അങ്ങ് കറക്റ്റായിട്ട് പോയില്ല. ലാസ്റ്റ് വന്ന് നെപ്പോളിയനെ പോലും ഞാൻ എന്നെ കീറി മുറിക്കുകയല്ല, എങ്കിൽ പോലും ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. പുള്ളി എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായി, എങ്കിലും അതങ്ങ് ആ ഒരു കണക്ഷൻ എനിക്ക് അങ്ങ് ഫീൽ ചെയ്യാൻ കിട്ടിയില്ല. നമ്മൾ കേട്ടതും അല്ലെങ്കിൽ പഠിച്ചതുമായിട്ട് നെപ്പോളിയനെ അല്ല സ്ക്രീൻ പുള്ളി കൊണ്ടുവന്നേക്കുന്നത്. അധികം ആരും നുഴഞ്ഞു കയറാത്ത നെപ്പോളിയന്റെ മറ്റൊരു സൈഡ്. ഗ്ലാഡിയേറ്ററിൽ പുള്ളി എന്താ പ്ലാൻ ചെയ്തതെന്ന് ഒരു പിടിയില്ല. ആശാൻ ഫോർ ദ സേക്ക് ഓഫ് ബീങ് എ സീക്വൽ എന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ചെയ്യണമായിരുന്നെങ്കിൽ പുള്ളി ഏകപ്പെട്ട സാധനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്നേ ചെയ്യായിരുന്നു. അപ്പോൾ പ്രതീക്ഷയുണ്ട്, എന്താവുമെന്ന് കണ്ടറിയണം. ദെൻ ബേബി ഡ്രൈവർ എന്ന് പറയുന്ന ഒരു കിടിലൻ സാധനമുണ്ട്. അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാണാത്ത ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു പടത്തിന്റെ സീക്വൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വർക്കിലാണ് അത്ര. റിട്ടേണിംഗ് കാസ്റ്റുകൾ ഉണ്ടാവുന്ന കൺഫേം ആയിട്ടുണ്ട്. സോ നമ്മുടെ എം നൈറ്റ് ഷ്യാമളന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ട്രാപ്പ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇങ്ങയുടെ ഏറ്റവും പുതിയ ചിത്രം അങ്ങനെ പിച്ച് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? ടേലർ സ്വിഫ്റ്റിന്റെ ആ ഒരു വേൾഡ് ടൂർ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, കോൺസേർട്ട്. അതിന്റെ ഇടയിൽ സൈലന്റ് ഓഫ് ദി ലാംസ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, വാട്ട് ഇഫ് എന്നും പറഞ്ഞാണ് പുള്ളി ഈ ഒരു പടം പിച്ച് ചെയ്തേക്കുന്നത്. അതെന്താ അങ്ങനെയെന്നുള്ള കാര്യം ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അറ്റ് ദ സെയിം ടൈം വിയേർഡും ആണ്, ക്രിയേറ്റീവും ആണ്. ഇതും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു പടമാണ്. ഐ മീൻ പുള്ളിയുടെ എല്ലാ പടങ്ങളും സൈക്കോളജിക്കൽ ലെവലിൽ ഒരു മിനിമം ബാരിയർ കീപ്പ് ചെയ്യാറുണ്ട്. സോ അത് ഇതിനകത്ത് കുറച്ച് കൂടുതലായിരിക്കും എന്ന് മാത്രം. ഈ മാസം 31 ഈ ഒരു പടം റിലീസ് ആവുന്നത്. ദെൻ ഫ്ലോറൻസ് പ്യൂഗിന്റെയും ആൻഡ്രൂ ഗാർഫീൽഡിന്റെയും ഏറ്റവും പുതിയ റോംകോം സിനിമയാണ് വി ലിവ് ഇൻ ടൈം. ഇറ്റ്സ് എൻ R-rated മൂവി ആൻഡ് ഓൾസോ A24 ഫിലിം. അപ്പോൾ ആ ഒരു പടത്തിന്റെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂ മന്ത്സ് ബാക്ക് ഇതിന്റെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ റിലീസ് ആയിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടാവും, ചെക്കൗട്ട് ചെയ്യാം. ദെൻ ബോർഡർലാൻഡ്സ് എന്ന് പറയുന്ന ഒരു കിടിലൻ ഗെയിം ഉണ്ട്. നിങ്ങൾ എത്ര പേര് കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ബോർഡർലാൻഡ്സ് 3 എനിക്ക് എപ്പിക് ഗെയിംസിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കിടിലൻ ഗെയിം ആയിരുന്നു. സോ ആ ഒരു ബോർഡർലാൻഡ്സിന് ഒരു ലൈവ് ആക്ഷൻ സിനിമ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പടത്തിൽ ഒരു റോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കേറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നതിനകത്ത് വൺ ഓഫ് ദ ആക്ടർ PSI വാങ്ങിച്ചിട്ട് ആ ഒരു ഗെയിം കളിച്ച് എക്സ്പീരിയൻസ്
റെഫറൻസ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് സ്ക്രിപ്റ്റിനകത്ത് ഓൺ പേപ്പറിനകത്ത് എന്തുണ്ട് എന്നതിനപ്പുറമായിട്ട് ആ ഗെയിമിൽ ആ ഒരു ക്യാരക്ടർ എന്താണെന്നും ഫാൻസ് ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് വിലയിരുത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പല ആക്ടേഴ്സും അത് ചെയ്യത്തുമില്ല, ചെയ്തു വന്നവനെ ഒട്ട് ചെയ്യിപ്പിക്കത്തുമില്ല. അങ്ങനെ ഒരു സമയത്ത് ഇതുപോലെ ഒരു ആക്ടറിനെ കാണുന്ന സമയത്ത് സന്തോഷം. ബൈ ദ വേ അതിന്റെ ട്രെയിലർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്ക് കണ്ടു നോക്കാം. ഇതിന് അടുത്തൊരു വീഡിയോ ഗെയിം അഡാപ്റ്റേഷനാണ് മെറ്റൽ ഗിയർ സോളിഡ്. ഇത് കുറച്ച് മുമ്പേ അനൗൺസ് ചെയ്തതാണ്, പക്ഷെ അതിനുശേഷം ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഇല്ല, ഇത് സ്ക്രാപ്പ് ചെയ്തിട്ടില്ല, ഇത് ഇപ്പോഴും ഡെവലപ്മെന്റിലാണ് എന്ന് അവർ പറയുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു ഇൻഫർമേഷനും ഇതുവരെ തന്നിട്ടില്ല. ജോർഡൻ റോബർട്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ട്. ആളാണ് നമ്മുടെ കോങ് സ്കൾ ഐലൻഡ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഈ ഒരു പടം എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് പുള്ളി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പുള്ളിക്ക് തന്നെ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ അത് കലക്കില്ലേ. ഇനി അധികം വൈപ്പിക്കില്ലെന്ന് തോന്നുന്നു, കൂടുതൽ അപ്ഡേറ്റ്സ് അവർ തന്നോളും. ദെൻ ഡെല്ലി വിനിനും നമ്മുടെ WBക്കും ലെജൻഡറിക്കും വേണ്ടി പുതിയൊരു സിനിമ ചെയ്യാൻ വേണ്ടി പോവാണ് എന്ന് കേൾക്കുന്നുണ്ട്. ടൈറ്റിൽ ഏതാണെന്ന് ഇട്ടിട്ടില്ല. പുള്ളി അന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ആണോ ഇത്? ഇതും പോരാത്തതിന് ഡ്യൂൺ പാർട്ട് 3, അതായത് ഡ്യൂൺ മിഷിഹ 2026 ഡിസംബർ 18 വേണ്ടി സ്ലേറ്റ് ചെയ്തു എന്നും ഒരു സംസാരം കേൾക്കുന്നുണ്ട്. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് ഞാൻ എവിടെയും കണ്ടില്ല, പക്ഷേ കുറേ സംസാരം ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി. എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് നമുക്ക് അടുത്തൊരു ഡ്യൂൺ പടം കിട്ടുമെന്ന്. പുതിയൊരു ഡെനിവിലിനും സിനിമ വരുന്നുണ്ട്, പക്ഷെ അത് ഏതാണെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത്. ഇതിന് കോബ്ര കെയുടെ ഫൈനൽ സീസൺ ആണ്. സോ അതിന്റെ പാർട്ട് 1 ജൂലൈ 18 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് അംബ്രല്ല അക്കാഡമി, അതിന്റെ ഫൈനൽ സീസൺ ആണ്. അത് പക്ഷേ ഓഗസ്റ്റ് 8 സ്ട്രീം ചെയ്യും. ഇതിന് A24ന്റെ ഏറ്റവും പുതിയ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹെറിറ്റിക്. സ്കോട്ട് ബെക്കും ബ്രയൻ വുഡ്സും ആണ് ഈ ഒരു പടം ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവരാണ് എ ക്വൈറ്റ് പ്ലേസ് പടത്തിന്റെ വൺ ഓഫ് ദ റൈറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടീമാണ്, പക്ഷെ അവരുടെ റീസെന്റ് കുറച്ച് ഫിലിംസ് എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ഹോണ്ടും 65ഉം. ആഡം ഡ്രൈവറൊക്കെ ആ ഒരു 65 എന്ന് പറയുന്നതോടെ എന്നാത്തിനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല. ആരുമില്ലാതെ തിയേറ്ററിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിച്ച് കാണാൻ തുടങ്ങിയതാണ്, പക്ഷെ ഒരു കോപ്പുമില്ല. പിന്നെ ദി ബൂഗിമാൻ, അതും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിലർ വന്നിട്ടുണ്ട്, ഹൊറർ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ ഒരു ഫോക്ക് ഹൊറർ മൂഡിൽ വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്റ്റാർ ആക്ടർ എന്ന് പറയുന്ന പടം. നമ്മുടെ മാറ്റ് സ്മിത്ത്, ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിനകത്ത് മാറ്റ് സ്മിത്ത് ആണ് ഇതിലെ വൺ ഓഫ് ദി ലീഡ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് പറഞ്ഞപ്പോഴേ എന്റെ പൊന്നി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇത് എങ്ങോട്ടുള്ള പോക്കാണെന്ന് നമുക്ക് ഏതാണ്ട് ഊഹം കിട്ടും, പക്ഷെ ആ പോകുന്ന വഴി എന്റെ അമ്മോ. സോ അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടുന്ന് അങ്ങനെ മാർവൽ ഡിസിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബാറ്റ്മാൻ്റെ, അതായത് മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാന് ഒരു സ്പിൻ ഓഫ് എന്ന രീതിയിൽ ആർക്കം അസൈലം TV സീരീസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് അനൗൺസ് ചെയ്ത കാര്യമാണ്. സോ അതിപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഹാപ്പി ആയില്ല എല്ലാവരും. പെൻഗ്വിന് ബാഗ് ഉണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. എനിക്ക് അത് ഏതെങ്കിലും ഒരു പെട്ടിക്കകത്തിരുന്ന് മൂടിയാണ്. ആർക്കം അസൈലം എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഒഫീഷ്യലായിട്ട് WB ക്യാൻസൽ ചെയ്തു. പിന്നെ ദി ബാറ്റ്മാൻ 2 എപ്പോൾ തുടങ്ങും ചോദിക്കുകയാണെങ്കിൽ 2025 ഫസ്റ്റ് ഫ്യൂ മന്ത്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഫിലിമിംഗ് കേട്ടോ, ആൻഡി സർക്കിസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് വിശ്വസിക്കാം. പിന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന പെൻഗ്വിൻ സീരീസിനകത്ത് നമ്മുടെ ബാറ്റ്മാന്റെ ചെറിയൊരു ക്യാമിയോ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് കൺഫേം ആയിട്ടില്ല, ചെറിയൊരു ലീക്ക് എന്ന രീതിയിലാണ് കേൾക്കുന്നത്. മാറ്റ് റീവ്സിന്റെ ഗോതം സിറ്റി കിടിലമാണ്. അതൊന്നും എക്സ്പ്ലോർ ചെയ്യാതെ ഈ ജെയിംസ് ഗണ്ണിന്റെ സൈഡിലോട്ട് ചായുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അല്ലെങ്കിലും എന്റെ യോജിപ്പും വിയോജിപ്പൊക്കെ ആർക്ക് വേണമല്ലേ പുല്ലി. പിന്നെ ഇതിവിടെ പോവുകയാണെങ്കിലും അപ്പുറത്ത് നമ്മുടെ ജെയിംസ് ഗണ്ണ് സൂപ്പർമാൻ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുക. പക്ഷെ സെറ്റിലുള്ളവന്മാർ സമ്മതിക്കുകയല്ല. അവന്മാർ അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവന്മാർ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. ഒരുപാട് ഷൂട്ടിംഗ് സ്റ്റിൽസ് അതിൽ നിന്ന് ലീക്ക് ആയിട്ടുണ്ട്. സൂപ്പർമാന്റെ സ്യൂട്ട് എങ്ങനെയാണെന്നും അദ്ദേഹത്തിന്റെ പല ലുക്ക് എങ്ങനെയാണെന്നും അതേപോലെ വരാൻ പോകുന്ന ക്യാരക്ടേഴ്സും അവരുടെ ഔട്ട്ഫിറ്റും എന്ന് വേണ്ട സകല സാധനം ഇത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എനിക്കറിയുന്നില്ല. കാരണം എത്രയാ ലീക്ക് ആവുന്നത്. ഇത് കണ്ടിട്ട് ഓരോരുത്തന്മാർ കഥ തന്നെ പ്രൊഡിക്ട് ചെയ്തു. വീണ്ടും നമ്മുടെ സൂപ്പർമാനെ അറസ്റ്റ് ചെയ്യുന്ന സാധനമൊക്കെ കണ്ടപ്പോഴേ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്, ദൈവത്തിനറിയാം. ആർക്കം അസൈലം ക്യാൻസൽ ചെയ്തിട്ട് ഗ്രീൻ ലാൻറ്റേൺ സീരീസ് ആക്കാൻ വേണ്ടി പോവാണത്ര. കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഈ ഗ്രീൻ ലാൻറ്റേണിന്റെ പ്രോജക്റ്റ് ഇങ്ങനെ സംസാരം കേൾക്കാറുണ്ട്, പക്ഷെ വെളിച്ചം കാണാറില്ല. ദെൻ സൂപ്പർമാൻ ആൻഡ് ലൂയിസ് എന്ന് പറയുന്ന നമ്മുടെ CWയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്. അതിന്റെ സീസൺ 4 ഒക്ടോബർ 17 സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ അത് കാണാറില്ല, ഞാനത് വന്ന സമയത്ത് കണ്ടായിരുന്നു, പിന്നെ ഞാൻ നിർത്തി. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ, 17 സീസൺ 4 വരും. ഇത്രയുമാണ് DC അപ്ഡേറ്റ് ഉള്ളത്. അവിടുന്ന് മാർവലിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ അഗത്ത ആളലോങ്, അഗത്ത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ച് സ്പിൻ ഓഫ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു സീരീസ് ആണ്. വൻ കോമഡി ആയിരുന്നു ഇതിന്റെ ടൈറ്റിലിന്റെ പേരും പറഞ്ഞു. ആദ്യം അഗത്ത, പിന്നെ അഗത്ത ഹൗസ് ഓഫ് ഹാക്കനൻസ്, പിന്നെ അഗത്ത കോവൻ ഓഫ് കയോസ്, അഗത്ത ഡാർക്ക് ഹോൾ ഡയറീസ്, അഗത്ത ദി ലൈൻ വിച്ച് വിത്ത് ഗ്രേറ്റ് വാർഡോപ്പ്. എന്നാ പിന്നെ നിനക്കൊക്കെ അഗത്ത ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്നിടായിരുന്നില്ലേ പണ്ടറങ്ങാനായിട്ട്. എന്നിട്ട് ഇപ്പൊ അവസാനം വന്നിരിക്കുന്ന പേരോ അഗത്ത ഓൾ അലോങ്. ഇല്ല ഡിസ്നി, നീ എന്താ കളിക്കുക? നീ ഒരു പേരിൽ തന്നെ ഇത്ര കൺഫ്യൂഷൻ ആണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇരിക്കും? എന്താണെങ്കിലും ആവട്ടെ, അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, കാണേണ്ടവർക്ക് കാണാം. ഇതിനാകെ പ്രതീക്ഷയുള്ള സാധനമാണ് ഈ മാസം വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡെഡ്പൂൾ പടം. MCU ഇനി കുറച്ച് നാളത്തേക്ക് സർവൈവ് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ പടത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫാൻ ബേസ് വൈസ് ആണെങ്കിലും ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും. വൻ റിലീസും വമ്പൻ പ്രൊമോഷനാണ്. പ്രൊമോഷന്റെ കാര്യത്തിൽ പിന്നെ റയൻ റെനോൾഡ്സിന് പിന്നെ മാറ്റി വെക്കാൻ ആരുമില്ല. മാർക്കറ്റിംഗ് എങ്ങനെ എവിടെ ചെയ്യണമെന്ന് പുള്ളി കണ്ടുപിടിക്കണം. സത്യമായിട്ടും ആളുടെ സിനിമയുടെ സൈഡല്ല, ആൾക്ക് ആളുടേതായ ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സുകളെ ആളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു, എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യുന്നു, കയ്യിൽ ഒരുപാട് നാൾ വെക്കുന്നതിന് മുമ്പ് ബൂം കിട്ടുമ്പോഴേ അതിനെ സെല്ല് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. സോ റയൻ റെനോൾഡ്സ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ജീനിയസ് ആണ്. അപ്പോൾ അങ്ങേരുടെ പടത്തിന് അങ്ങേരെ ഏത് രീതിയിലൊക്കെ പുഷ് ചെയ്യും. പിന്നെ കുറച്ച് മൾട്ടിവേഴ്സൽ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് വരും. പക്ഷെ ഒരു കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്, സിനിമയിൽ വരുന്ന ആ ഒരു ക്യാമിയോസിനെയും ക്യാരക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഈ പടം ഇരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന മാർവൽ സിനിമകളെല്ലാം അതിൽ ആരൊക്കെ വരും എന്നൊരു ക്യൂരിയോസിറ്റി സെല്ല് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും പോയത്. അപ്പോൾ ഇതിനകത്ത് വാരി വലിച്ച് കുറേ പേരെല്ലാം കയറ്റിയിട്ടിട്ട് നിങ്ങളെ കൊണ്ട് നിരാശപ്പെടുത്തില്ല എന്നൊരു കാര്യം അവർ കൺഫേം ചെയ്തു. സന്തോഷം, ഭയങ്കര സന്തോഷം. ഇതിന് ഈ വർഷം നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സാൻഡിയേഗോ കോമിക്കോണിലേക്ക് നമ്മുടെ മാർവൽ വരുന്നുണ്ട്. മെയിൻ ഫോക്കസ് ഉള്ള പാനൽ എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ആയിരിക്കും.
കാസ്റ്റ് ആൻഡ് റിവീൽ എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം കുറച്ച് പരിപാടികൾ ആ ഒരു പാനലിൽ ഉണ്ടാവും. DC ഉണ്ടാവില്ല എന്നുള്ള കാര്യം ജെയിംസ് ഗൺ നേരത്തെ പറഞ്ഞായിരുന്നു. സോ പ്രോബബ്ലി ഈ വർഷത്തെ കോമിക്കോൺ എന്തായാലും മാർവൽ കൊണ്ടുപോകും. ദെൻ ജൂലൈ 4 നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അതിനെ തുടർന്ന് പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു സ്യൂട്ട് നമ്മുടെ ആന്റണി മെക്കി റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ ക്യാപ്റ്റന്റെ ഏതാണ്ട് അതേ സെയിം സിമിലർ സ്യൂട്ട് തന്നെയാണ്. പടത്തിന് ത്രൂ ഔട്ട് ഇതായിരിക്കും, അല്ലെങ്കിൽ വേറെ മറ്റേ നമ്മുടെ വിന്റർ സോൾജറിൽ കണ്ട സ്യൂട്ട് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്റ്റില്ലിൽ കണ്ട വേറെ സ്യൂട്ട് ഉണ്ടാവുമോ ഒന്നും അറിയത്തില്ല. വിന്റർ സോൾജറിന്റെ ലാസ്റ്റ് റിവീൽ ചെയ്ത ആ ഒരു വൈറ്റ് സ്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കോമിക് ആക്യുറേറ്റ് വരുന്ന അതിനൊരു യുണീക്നെസ്സും ഉണ്ടായിരുന്നു. ബട്ട് ഇത് പഴയ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന്റെ സ്യൂട്ടുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. മേ ബി മറ്റേ ആ ഒരു നൊസ്റ്റാൾജിക് സാധനം സെല് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. എനിവേ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ ഇപ്പോഴും ഷൂട്ടിങ്ങും അതിന്റെ പരിപാടിയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഗസ് ജോയിൻ ചെയ്തത്, അതായത് ജിയാൻ കാർലോ എസ്പോസിറ്റോ. സോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ സാധനത്തിന് ഇപ്പോൾ ഒരുപാട് റീഷൂട്ട്സ് നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് കുറെ പോസ്റ്റ് പ്രൊഡക്ഷനും ഓൺ ദ വേ നടക്കുന്നുണ്ട്. അറിയില്ല, ഒരു ടീസറോ ട്രെയിലറോ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ദെൻ വാട്ടിന്റെ സീസൺ 3 വരുന്നുണ്ടാവും. ആൻഡ് ആ സീസൺ 3 എന്ന് പറയുന്നത് ആ ഒരു സീരീസിൻ ട്രയോളജിയുടെ ഒരു കംപ്ലീഷൻ ആയിരിക്കും എന്ന്. എനിക്ക് സീസൺ 1 ഇഷ്ടപ്പെട്ടു, ബട്ട് സീസൺ 2 വന്നപ്പോൾ എനിക്ക് നോട്ട് അപ് ടു ബാർ എന്നൊരു ഫീൽ വന്നായിരുന്നു. ചില വാട്ട് ഇഫ് പ്ലോട്ട് പോയിന്റ്സ് എനിക്ക് കുറച്ച് വിയർഡായിട്ട് ഫീൽ ചെയ്തായിരുന്നു. മാർവൽ സീരീസുകളിൽ എനിക്ക് കുറച്ചെങ്കിലും പ്രതീക്ഷയില്ല വൺ ഓഫ് ദ സാധനമാണ് വാട്ട് ഇഫ്. പിന്നെ ലോക്കി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ മൂൺ നൈറ്റ്, വെയർവോൾഫ് ബൈ നൈറ്റ്, വാൻഡാവിഷനും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം പോക്കാം. ഇവിടെ അങ്ങനെ സോണി സൈഡിൽ പോയി കഴിഞ്ഞാൽ സ്പൈഡർമാന് പുതിയൊരു സീരീസ് വരുന്നുണ്ട്, സ്പൈഡർമാൻ നോയർ. ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ മറ്റേ സ്പൈഡർവേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ഒരു ലൈവ് ആക്ഷനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതും ആരെ വെച്ച്? നിക്കോളസ് കേജിനെ വെച്ച്. ഇതിൽ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എൻറ്റയർലി, ബിക്കോസ് നിക്കോളസ് കേജ് ഒരു ഗ്രേറ്റ് ആക്ടറാണ്. ബട്ട് ഹീസ് ഓൾഡ്, പ്രായമായിട്ടുണ്ട്. ആനിമേഷൻ പോലെയല്ല, അതിന് ഡബ് ചെയ്യുന്ന പോലെയല്ല ലൈവ് ആക്ഷനിലോട്ട് വരുന്ന സമയത്ത്. സോ ഈ ഒരു ക്യാരക്ടർ ബേസിക്കലി 1930s ഒരു ക്യാരക്ടറാണ്. സ്പൈഡർവേഴ്സിൽ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 8 എപ്പിസോഡ് നീളുന്ന ഒരു സീരീസ് എന്ന രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. സോണി ഈ ഒരു സ്റ്റേജിൽ ഭയങ്കര ഡെസ്പറേറ്റ് ആണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു സ്പൈഡർമാൻ പ്രോജക്റ്റ് ഓൺ ആക്കി എടുക്കണം. ലാസ്റ്റ് വന്ന കുറേ എണ്ണം വൻ മൂഞ്ചലായിരുന്നു. വെറും മൂഞ്ചലായിരുന്നില്ല, നല്ല ആസ്ഥാന മൂഞ്ചലായിരുന്നു. സ്പൈഡർമാൻ 4 എന്ന സാധനത്തിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഇവർ ഈ ഒരു സീരീസിലോട്ട് വന്നിട്ടുണ്ടാവുക. ഓർ രണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും സ്പൈഡർമാൻ നോയറിന് വെച്ചിട്ട് പുതിയൊരു സീരീസ് വരുന്നുണ്ടാവും. നിക്കോളസ് കേജിനെയാണ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദെൻ അവഞ്ചേഴ്സ് 5 വരുന്ന സമയത്ത് അതിൽ നമ്മുടെ ബെനഡിക്ട് കംബർബാച്ച്, അതായത് ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ടാവും എന്നൊരു കാര്യം പുള്ളി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പുള്ളി അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് ലോക്കായോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. സോ അവഞ്ചേഴ്സ് 5 ഫസ്റ്റ് കാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ബെനഡിക്ട് കംബർബാച്ച് ആണ്. ഡോക്ടർ സ്ട്രേഞ്ച് പുള്ളി തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് മാർവൽ DC അപ്ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്ത ആഴ്ച വേറെ കുറേ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.